എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ വേവ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, അതിൽ നിങ്ങൾ മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്താ മെക്കാനിക്കൽ വേവ്സ്? ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് ട്രാവൽസ് ത്രൂ സം സബ്സ്റ്റൻസ് ഓർ എ മെറ്റീരിയൽ. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന മെറ്റീരിയലിനെ നമ്മൾ പറയുന്ന പേരാണ് മീഡിയം എന്ന്. And you know, waves transport energy through this medium and it do not transport matter. ഇത് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നിങ്ങൾ മുൻപ് കണ്ടതാണ്. നിങ്ങൾ പ്രോഗ്രസീവ് വേവ്സ് പഠിച്ചു. എന്താ പ്രോഗ്രസീവ് വേവ്? എ വേവ് ദാറ്റ് അഡ്വാൻസസ് വിത്ത് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡിൽ ഒരു മീഡിയത്തിലൂടെ കണ്ടിന്യൂസ് ആയി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് വേവ്സ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ട്രാവലിംഗ് വേവ് ആണ്. ആൻഡ് യു നോ ദി ഇക്വേഷൻ ഫോർ എ ട്രാവലിംഗ് വേവ്. എ ട്രാവലിംഗ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് y of xt ഈക്വൽസ് a സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഈ ഇക്വേഷനിലെ ഓരോ ടേംസും നമുക്ക് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് y of xt? ആൻഡ് ഇൻ ദ ഫിഗർ യു ക്യാൻ സീ y ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ. ഈ y ഒരു കോൺസ്റ്റൻ്റ് ആണോ എന്ന് നോക്കൂ. യു ക്യാൻ സീ വെൻ എക്സ് ചേഞ്ചസ് y ഓൾസോ ഈസ് ചേഞ്ചിങ്. ഇനി ത്രൂ ഔട്ട് y കോൺസ്റ്റൻ്റ് ആണോ? അല്ല. ടൈം മാറുന്നതിനനുസരിച്ചും വൈയിൽ വേരിയേഷൻ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് y ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. ഈ ഫങ്ഷനെ സാധാരണ നമ്മൾ വേവ് ഫങ്ഷൻ എന്ന് പറയാറുണ്ട്. Because this function describes the wave completely. You know, y is a variable and the maximum value of y is called amplitude. And in the figure, the amplitude is labeled as a. ഈ വേവ് ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? എക്സ് ഡയറക്ഷനിലാണ് അല്ലേ? ആ കെ എക്സ് എന്ന ടേം കാണുമ്പോൾ നമുക്കറിയാം the wave is propagating along x direction. When I say the wave propagates along x direction, there are two possibilities. It can propagate along the positive x direction or negative x direction. ഈ വേവ് ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ചതാണല്ലോ. ദിസ് വേവ് പ്രൊപ്പഗേറ്റ്സ് along the positive x direction. എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? കെ എക്സ് മൈനസ് ഒമേഗ ടി. ആ മൈനസ് ഒമേഗ ടി എന്ന ടേമിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് the wave is propagating along positive x direction. ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കൂ. Coefficient of x is k, which is defined as 2 pi by lambda. And you know, this k is called angular wave number or propagation constant. Meter inverse എന്ന SI യൂണിറ്റിലാണ് നമ്മൾ ഈ k റെപ്രസെൻ്റ് ചെയ്യുന്നത്. What about the coefficient of t? Coefficient of t is omega, which is called angular frequency. And angular frequency is given by omega equals 2 pi by t. ഈ ആംഗുലർ വേവ് നമ്പറും ആംഗുലർ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് ഫോം ചെയ്യിക്കാൻ പറ്റും. ആ റിലേഷൻ നിങ്ങൾ തനി ഒന്ന് ചെയ്തു നോക്കൂ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് യു റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഒമേഗ. ഒമേഗ ഈക്വൽസ് 2 pi by t. എഴുതിയില്ലേ? ദെൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ k. വാട്ട് ഈസ് k? k ഈക്വൽസ് 2 pi by lambda. Now you calculate omega by k. ഈ റേഷ്യോ ഒമേഗ ബൈ കെ എന്ന റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഒമേഗ ബൈ കെ ഈക്വൽസ് 2 pi by t ഇൻറ്റു ലാംഡ ബൈ 2 pi അല്ലേ? ആ 2 pi ക്യാൻസൽ ചെയ്യാമല്ലോ.
ബാക്കി എന്താ വന്നത് നോക്കൂ. ഒമേഗ ബൈ കെ ഈക്വൽസ് ലാംഡ ബൈ ടി. വാട്ട് ഈസ് 1 by t? The reciprocal of time period is the frequency nu. So equation നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഒമേഗ ബൈ കെ ഈക്വൽസ് ന്യൂ ലാംഡ. What is this nu lambda? You know, nu lambda is the velocity of the wave. So we are getting a very important relation. Omega by k equals the velocity of the wave. This velocity is called the wave velocity or the phase velocity of the wave. Remember, this is not the velocity of the particle of the medium. Now, if the wave is propagating along the negative x direction, നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുക? ആ ഇക്വേഷനും നിങ്ങൾ പഠിച്ചതാണ്. y of x t equals a sin kx plus omega t plus phi. Now let's move to another basic principle in physics, which is the principle of superposition of waves. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ അറിയുന്നതിന് വേണ്ടി ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ 2 പൾസസ് കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കളറിലെ ഒറിജിനൽ പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പൾസും റൈറ്റ് സൈഡിൽ ഓറഞ്ച് കളറിൽ ഒറിജിനൽ പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പൾസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ 2 പൾസിനെയും ഒന്ന് മൂവ് ചെയ്യിച്ച് നോക്കാം. സി, ബ്ലൂ കളറിലെ പൾസ് റൈറ്റിലേക്കും ഓറഞ്ച് കളറിലെ പൾസ് ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യുന്നതായി നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഈ മൂവ് ചെയ്യുന്ന 2 പൾസും കൂടി ക്രോസ് ചെയ്യുന്നുണ്ട്. ക്രോസ് ചെയ്തതിന് ശേഷവും ഈ പൾസസ് പഴയതുപോലെ മൂവ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ദ വേവ് പൾസസ് കണ്ടിന്യൂ ടു റീറ്റെയിൻ ദെയർ ഐഡൻറ്റിറ്റീസ് ആഫ്റ്റർ ക്രോസിംഗ്. 2 പൾസസും ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ പഴയ അതേ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ആ പൾസസ് ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഈ 2 പൾസസും കൂടി ഓവർലാപ്പ് ചെയ്യുന്ന ആ ടൈം ഞാൻ നിങ്ങളെ വളരെ സ്ലോ ആയി ഒന്ന് കാണിക്കാം. ഇതാ നോക്കൂ, ഇപ്പോൾ 2 പൾസസ് കൂടി ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ദ പാറ്റേൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് ഓഫ് ദ പൾസ്. ഈ ഓവർലാപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ നിങ്ങൾ കണ്ടു അല്ലേ? ഇവിടെ 2 പൾസ് കൂടി ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടിംഗ് പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കൂ, ഇറ്റ് ഈസ് വെരി ലാർജ്. നമുക്ക് വേറൊരു സിറ്റുവേഷൻ നോക്കാം. ഇപ്പോഴും നിങ്ങൾക്ക് 2 പൾസസ് കാണാം. ബ്ലൂ കളറിലെ ഒറിജിനൽ പൊസിഷനിലുള്ള പൾസിന് ഇപ്പോൾ വന്ന ഡിഫറൻസ് നോക്കൂ. അതിനൊരു 180 ഡിഗ്രിയുടെ ഫേസ് ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 പൾസസിനെയും കൂടി ഒന്ന് ഓവർലാപ്പ് ചെയ്യിച്ചാലോ? നോക്കൂ, 2 പൾസസും ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. ഈ 2 പൾസ് കൂടി ഓവർലാപ്പ് ചെയ്തു. ഓവർലാപ്പ് ചെയ്തതിന് ശേഷം പഴയതുപോലെ തന്നെ പൾസസ് മൂവ് ചെയ്യുന്നു. സോ ഇൻ ദിസ് കേസ് ഓൾസോ വി ക്യാൻ സേ the wave pulses continue to retain their identities after crossing. ആ ക്രോസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ വേവ് പൾസസിൻ്റെ പാറ്റേൺ കാണൂ. ഇപ്പോൾ 2 പൾസസ് കൂടി ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓവർലാപ്പ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് 0 ആയി നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട 2 സിറ്റുവേഷൻസ് കൂടി ഒന്ന് കമ്പയർ ചെയ്താൽ, ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ കണ്ടു ഓവർലാപ്പ് ചെയ്ത പൾസസിൻ്റെ ഫേസ് സെയിം ആയിരുന്നു. അങ്ങനെയായപ്പോൾ അതിൻ്റെ 2ൻ്റെയും കൂടി ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആഡ് ചെയ്താണ് നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയത്. രണ്ടാമത്തെ കേസിലോ ഫേസസ് ഓപ്പോസിറ്റ് ആയപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സബ്ട്രാക്ട് ചെയ്യപ്പെട്ടു. നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കംസ് 0. സോ വി ക്യാൻ സേ വെൻ ദ പൾസസ് ഓവർലാപ്പ്, the resultant displacement is the algebraic sum of displacements due to each pulse. This is what is called the principle of superposition. And we can say, according to this principle, each pulse moves as if the others are not present. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത്. നമുക്കിനി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷനെ ഒന്ന് മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. Let y1 of xt and y2 of xt are the displacements due to the 2 waves in the medium. At an instant of time, say t, the net displacement at a location x is y of xt equals y1 of xt plus y2 of xt. ഈ 2 ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെയും കൂടി
ആൾജിബ്രിക് സം ആയിരിക്കും നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ് ഞാനിവിടെ മാത്തമെറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. Now let's consider moving waves. Let a moving wave is represented as y1 equals f1 of x minus vt and another wave y2 equals f2 of x minus vt. Similarly, you assume there are n waves and the displacement of the nth wave is yn equals fn of x minus vt. If so, what will be the wave function describing the disturbance in the medium? N waves are there. Each wave will produce its own displacement. So, the total displacement is the algebraic sum of all these displacements. That means y equals f1 of x minus vt plus f2 of x minus vt plus etc. plus fn of x minus vt. Mathematically, we can write this as y equals sigma I equals 1 to n fi of x minus vt. This is the mathematical expression of the principle of superposition. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ വേവ്സിൻ്റെ കേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിലെ രണ്ട് വേവ്സ് ഒന്ന് നോക്കൂ നിങ്ങൾ. ഇതിനെ രണ്ടിനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞേ. The first similarity is both of them are harmonic waves. What about their frequency? നമുക്ക് കാണാൻ പറ്റും they are having same frequency. ഫ്രീക്വൻസി സെയിം ആവുമ്പോൾ അവയുടെ ആംഗുലാർ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. മീൻസ് both the waves are having same value of omega. വേവ് ലെങ്ത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. both the waves are having same wave length. അങ്ങനെ വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ രണ്ട് വേവിൻ്റെയും പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കെയും സെയിം ആയിരിക്കണമല്ലോ. സോ ദീസ് ടു വേവ്സ് ആർ ഹാവിങ് സെയിം വാല്യൂ ഓഫ് ഒമേഗ ആൻഡ് സെയിം വാല്യൂ ഓഫ് കെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വേവ്സിൻ്റെയും സ്പീഡും ഐഡൻറ്റിക്കൽ ആയിരിക്കണം. ബിക്കോസ് സ്പീഡ് ഈസ് ഗിവൺ ബൈ ഒമേഗ ബൈ കെ. രണ്ട് വേവ്സിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് നോക്കൂ. യു ക്യാൻ സീ ബോത്ത് ദ വേവ്സ് ആർ ഹാവിങ് സെയിം ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് ലെറ്റ്സ് അസ്യൂം both the waves are traveling along the positive x direction. ഈ രണ്ട് വേവ്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ? There is a difference between these two. The two waves differ in their initial phase. അതുകൊണ്ടാണ് അതിൻ്റെ പോസിറ്റീവ് മാക്സിമം കോയിൻസൈഡ് ചെയ്യാത്തത്. അപ്പോൾ രണ്ട് വേവ്സും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആ ഫേസ് ഡിഫറൻസ് ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നും നമുക്ക് സ്ക്രീനിൽ നിന്ന് മനസ്സിലാവും. നമുക്കിനി ഈ രണ്ട് വേവ്സിനെയും ഒന്ന് മാത്തമെറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്താലോ. ദ ഫസ്റ്റ് വേവ് ഈസ് y1 of xt ഈക്വൽസ് a sin kx മൈനസ് ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് വേവിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? y2 of xt ഈക്വൽസ് a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് 5. ആ രണ്ട് ഇക്വേഷൻസ് നോക്കൂ. 5 എന്ന ഒരു ഡിഫറൻസ് മാത്രമേ ആദ്യത്തെ വേവും രണ്ടാമത്തെ വേവും തമ്മിലുള്ളൂ. സോ വാട്ട് ഈസ് ദ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ബോത്ത് ദ വേവ്സ്? ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ വി നോ y of xt ഈക്വൽസ് y1 of xt പ്ലസ് y2 of xt. So what is y of xt? a sin kx minus omega t plus a sin kx minus omega t plus 5. ട്രിഗണോമെട്രിയിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയ ഒരു റിലേഷൻഷിപ്പാണ് സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്നത്. നമുക്ക് ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് തൊട്ട് മുകളിൽ കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഞാൻ പറയാം. y of xt ഈക്വൽസ് 2a cos 5 by 2 sin kx മൈനസ് ഒമേഗ ടി പ്ലസ് 5 by 2. ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ റിലേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തൽക്കാലം ഈ റിസൾട്ട് മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് നോക്കൂ. ഇത് രണ്ട് ഹാർമോണിക് വേവ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വേവ് ഫോമിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതൊരു ഹാർമോണിക് വേവ് തന്നെയാണോ എന്ന് നോക്കിയേ. നോക്കൂ, സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5 by 2 എന്നൊരു ടേം അതിനകത്തുണ്ട്.
that shows that this is a harmonic traveling wave. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? Sum of two harmonic waves will be a harmonic wave. And we know both the waves were traveling along the positive x direction. ഈ റിസൾട്ടിംഗ് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കൂ, kx minus omega t. This resulting wave also is traveling along the same direction. ഈ വേവിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും നോക്കൂ, ഒമേഗയും കെയും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. That means this wave has the same frequency and wavelength as the waves. But there you can see a difference. See the last term. The initial phase is not phi, but the initial phase now changed to phi by 2. ഇപ്പോൾ നമ്മൾ രണ്ട് ഡിസ്കസ് ചെയ്ത വേവ്സിനെ ഒന്ന് കണ്ടു നോക്കിയാലോ. പോസിറ്റീവ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഹാർമോണിക് വേവ് ആണ്. Now you can see one more wave. That wave also is propagating along the positive x direction, but there is a phase difference between them. ഇപ്പോൾ നിങ്ങൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഈ രണ്ട് വേവ്സിൻ്റെയും കൂടി സം ആണ്. ഈ ആദ്യത്തെ രണ്ട് വേവ്സിനും ഇടയിൽ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വേവ് പാറ്റേൺ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഫൈ എന്ന ഫേസ് ഡിഫറൻസിനെ ഒന്ന് വേരി ചെയ്യിച്ചു നോക്കാം. ഈ ഫേസ് ഡിഫറൻസ് വേരി ചെയ്യുമ്പോൾ റിസൾട്ടിംഗ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസം നിങ്ങൾ കാണുക. സംടൈംസ് ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് മാക്സിമം, കാണുന്നില്ലേ? സി, സംടൈംസ് ദി ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസസ് ടു 0. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് മാത്തമെറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. റിസൾട്ടിംഗ് വേവിൻ്റെ ഇക്വേഷൻ നോക്കൂ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ റിസൾട്ടിംഗ് വേവ്. ഇതൊരു ഹാർമോണിക് വേവ് ആണ്. യു സി വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് ഈസ് a ഈക്വൽസ് 2a cos phi by 2. You can see the amplitude depends on the phase difference phi. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫേസ് ഡിഫറൻസിനെ വേരി ചെയ്യിച്ചപ്പോൾ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതായി നമ്മൾ കണ്ടത്. ഫസ്റ്റ് ലെറ്റ്സ് അസ്യൂം the phase difference phi is equal to 0. If so, what is the amplitude? Amplitude is equal to 2a cos 0. You know, cos 0 is 1. In this case, amplitude becomes maximum and that maximum amplitude is 2a. ഇത് നമ്മൾ ആദ്യം കണ്ടതാണ്. ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിൽ രണ്ട് വേവ്സിൻ്റെയും കൂടി ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്യപ്പെട്ട ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് 2a ആയി മാറി. Now let's go to another situation. Let phi is equal to pi. And the meaning എന്താ? These two waves are having opposite phase. നമുക്കൊന്ന് ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. a ഈക്വൽസ് 2a cos pi by 2. You know, cos pi by 2 is 0. So the amplitude reduces to 0. That means if two waves of opposite phase and of equal amplitude overlap, the net amplitude will become 0. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സിനെ ബേസ് ചെയ്ത് നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതും. ടു ഐഡൻറ്റിക്കൽ സിനുസോയിഡൽ വേവ്സ് ഈച്ച് ഓഫ് ആംപ്ലിറ്റ്യൂഡ് 5 millimeter with a phase difference of pi by 2 are traveling in the same direction in a string. The amplitude of the resulting wave is, I can give you 4 options. The first option 0, option 2 5 root 2, the third option 5 by root 2 and the last option 5 by 2. You see the question? Two identical sinusoidal waves each of amplitude 5 millimeter. So amplitude of the waves is given a equals 5 millimeter. ബാക്കി നോക്കൂ. There is a phase difference of pi by 2. So the phase difference between the waves phi equals pi by 2. What is the resulting amplitude? This is a question. We know the equation for the resulting amplitude. A equals 2a cos phi by 2. You substitute the values. 2 into 5 into cos pi by 4. Pi by 2 alla, pi by 4. You substitute the values and you will get the correct answer as 5 root 2. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്
ഒരു അൺബൗണ്ടഡ് മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഒരു ട്രാവലിംഗ് വേവിൻ്റെ കേസാണ്. ഈ മീഡിയത്തിനൊരു ബൗണ്ടറി ഉണ്ടെങ്കിലോ, ഈ ട്രാവൽ ചെയ്തു വരുന്ന വേവ് ഈ ബൗണ്ടറിയിൽ എത്തിയതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. അതിനുവേണ്ടി ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങളൊരു വേവ് പൾസ് കാണുന്നുണ്ട്. ഈ വേവ് പൾസ് റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യും. അതിൻ്റെ റൈറ്റ് എൻഡിൽ ഒരു ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറിയിലേക്ക് വേവ് പൾസ് ട്രാവൽ ചെയ്തു പോകുന്നത് എങ്ങനെയാണ് എന്ന് സ്ക്രീനിൽ കാണുക. ഈ ബൗണ്ടറിയിൽ എത്തിയതിന് ശേഷം വേവ് പൾസ് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. ഒരു റിജിഡ് സപ്പോർട്ടിലേക്ക് ഒരു സ്ട്രിങ് ടൈ ചെയ്തിട്ട് വളരെ ഈസിയായി നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. ഈ റിഫ്ലക്റ്റഡ് വേവ് പൾസിൻ്റെ ഷേപ്പ് നോക്കൂ. യു ക്യാൻ സീ ദ റിഫ്ലക്റ്റഡ് വേവ് ഹാസ് ദ സെയിം ഷേപ്പ് ആസ് ദ ഇൻസിഡൻറ്റ് പൾസ്. ഇത് ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അറിയുക, ദർ ഷുഡ് നോട്ട് ബി എനി അബ്സോർപ്ഷൻ ഓഫ് എനർജി അറ്റ് ദ ബൗണ്ടറി. ഈ ബൗണ്ടറിയിൽ ഒരു എനർജി അബ്സോർപ്ഷനും ഇല്ല എന്നാണ് നമ്മുടെ അസംഷൻ. പക്ഷേ നിങ്ങൾക്കൊരു മേജർ ഡിഫറൻസ് കാണാൻ പറ്റും. ദ വേവ് സഫേഴ്സ് എ ഫേസ് ചേഞ്ച് ഓഫ് പൈ ഓൺ റിഫ്ലക്ഷൻ. റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന വേവിന് ഇൻസിഡൻറ്റ് വേവിൻ്റെ അതേ ഫേസ് അല്ല, ഒരു പൈയുടെ ഫേസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്ന കാര്യം അറിയും. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വളരെ സ്ലോ ആയി ഒന്ന് ഒബ്സർവ് ചെയ്തേ. ആ റെഡ് കളറിൽ കാണുന്ന സ്ട്രിങ്ങിന് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കൂ. ഇല്ല, അതിന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ബൗണ്ടറിയെ നമ്മൾ പറയുന്ന പേര് റിജിഡ് ബൗണ്ടറി എന്നാണ്. ആ റിജിഡ് ബൗണ്ടറിയിൽ ദ വേവ് will exert a force on the wall. At the same time, the wall will exert an equal amount of force on the wave, producing the reflected wave. അങ്ങനെയാണ് അവിടെ ഒരു 180 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ടാകുക. ഈ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഓർക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റിഫ്ലക്റ്റഡ് വേവ് ഹാസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ. സെക്കൻഡ് വൺ, the disturbance must have a zero displacement at all times at the boundary. ഈ ബൗണ്ടറി ഒരു റിജിഡ് അല്ല എങ്കിൽ, ബൗണ്ടറി ഫ്ലെക്സിബിൾ ആണെങ്കിൽ റിഫ്ലക്ഷൻ നടക്കുന്നത് ഇതുപോലെ ആയിരിക്കില്ല. ഈ സ്ട്രിങ്ങിനെ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു റിജിഡ് സപ്പോർട്ടുമായിട്ടല്ല, ഇതുപോലെ ഒരു റിങ്ങുമായിട്ടാണ് എന്ന് കരുതും. ഈ പൾസ് മൂവ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് കാണൂ നിങ്ങൾ. റിഫ്ലക്റ്റ് ചെയ്തു, റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ പൾസിൻ്റെ പ്രത്യേകത നോക്കൂ. നിങ്ങൾ കാണാൻ പറ്റും, ദർ ഈസ് നോ ഫേസ് ചേഞ്ച്. വേറൊരു ഡിഫറൻസ് നോക്കൂ. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇനിഷ്യൽ പൊസിഷൻ ഈസ് ഗെറ്റിംഗ് എ ലാർജ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? റിജിഡ് ബൗണ്ടറിയിൽ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആ ബൗണ്ടറിയിലെ പാർട്ടിക്കിളിന് കിട്ടുന്നത് എന്ന് ഓർക്കുക. നമുക്ക് ഇതൊന്ന് മാത്തമെറ്റിക്കലി കൂടി റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് ദി ഇൻസിഡൻറ്റ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് yi of xt ഈക്വൽസ് a sin kx മൈനസ് ഒമേഗ ടി. ഇതൊരു റിജിഡ് സർഫസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തു എന്ന് കരുതും. സോ ദ റിഫ്ലക്റ്റഡ് വേവ് ഈസ് ഗിവൺ ബൈ yr of xt ഈക്വൽസ് a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് പൈ. എങ്ങനെയാണ് ഈ പ്ലസ് പൈ എന്ന ടേം വന്നത് എന്ന് നിങ്ങൾക്കറിയാം. This equation can be written as minus a sin kx minus omega t. And it is clear that the sum of these two equations will give you 0. yi of xt equals a sin kx minus omega t എന്ന ഈ ഒരു വേവ് ഒരു ഓപ്പൺ ബൗണ്ടറിയിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്താലോ? The equation for the reflected wave is yr of xt equals a sin kx minus omega t plus 0. So y of xt equals a sin kx minus omega t itself. So let's conclude like this. A travelling wave or a pulse suffers a phase change of pi on reflection at a rigid boundary, and there is no phase change on reflection at an open boundary. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ സൂപ്പർ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഒരു അസൈൻമെൻ്റായി എഴുതും. ഇഫ് ടു വേവ്സ് ഓഫ് ദ സെയിം ഫ്രീക്വൻസി and amplitude on superposition produce a resultant disturbance of the same amplitude
determine the phase difference between the waves. ഇപ്പോൾ ഒരു ബൗണ്ടറിയിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു വേവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വേവ് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒരു ബൗണ്ടറിയിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്താലോ, അത് ആദ്യത്തെ ഡയറക്ഷനിലേക്ക് പോകും അല്ലേ. അവിടെ നിന്ന് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്താൽ ഇറ്റ് വിൽ കം ബാക്ക്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will see the multiple reflection of waves. ആ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് വേവ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.